ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ യെസ് ബാങ്കും നിഫ്റ്റിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഈ സ്ഥാനത്തേക്ക് വരാൻ പരിഗണിക്കുന്ന സ്റ്റോക്കുകൾ ശ്രീ സിമെൻറ്റും ടാബറുമാണ്. ഇതിൽ തന്നെ കുറച്ചുകൂടി മുൻതൂക്കം ശ്രീ സിമെൻറ്റിനാണ്. കാരണം സിമെൻറ്റ് സെക്ടർ ഇപ്പോൾ ഒരു ബുള്ളിഷ് റണ്ണിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനുവരിയിലെ ഏകദേശം 20 വർക്കിംഗ് ഡേയ്സിലെ പെർഫോമൻസ് ശ്രീ സിമെൻറ്റിനെ നിഫ്റ്റി 50-ലെ ഒരു സ്റ്റോക്കാക്കി മാറ്റാൻ സഹായിക്കും. റിവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 2-ാം പാദത്തിലാണ്. അത് മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യുക മാർച്ച് 27-നാണ്, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തോടു കൂടി. ശ്രീ സിമെൻറ്റും ഡാബറും കൂടാതെ നിഫ്റ്റി 50-ലേക്ക് കടന്നു വരാൻ യോഗ്യതയുള്ള 2 സ്റ്റോക്കുകൾ കൂടിയുണ്ട്. ഒന്ന് HDFC ലൈഫ്, 2 SBI ലൈഫ്. രണ്ടും ഇൻഷുറൻസ് കമ്പനികളാണ്. നമുക്കറിയാം, ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നല്ല ഒരു ഫ്യൂച്ചർ ഉറപ്പായിട്ടുമുണ്ട്. പക്ഷേ ഈ സ്റ്റോക്കുകൾ തൽക്കാലം നിഫ്റ്റി 50-ലേക്ക് കടന്നു വരില്ല. കാരണം ഇവ രണ്ടും F&O സ്റ്റോക്കുകൾ അല്ല എന്നുള്ളതാണ്. നിഫ്റ്റി 50-ലേക്ക് പരിഗണിക്കുന്ന സ്റ്റോക്കുകളുടെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം അത് F&O സ്റ്റോക്കുകൾ ആയിരിക്കണം എന്നുള്ളതാണ്. നിലവിൽ ശ്രീ സിമെൻറ്റും ടാബറും F&O സ്റ്റോക്സ് ആണ്. നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഇന്ത്യയുടെ തന്നെ എക്കണോമിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സിലേക്ക് കടന്നു വരാൻ ഏറ്റവും സാധ്യതയുള്ള സ്റ്റോക്കുകൾ HDFC ലൈഫും SBI ലൈഫുമാണ്. F&O സ്റ്റോക്കുകളല്ല എന്ന കാരണത്താലാണ് ഇപ്പോൾ നിഫ്റ്റിയിലേക്ക് ഈ സ്റ്റോക്കുകൾ വരാത്തത്. പക്ഷേ ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനായിട്ട് ഈ 2 സ്റ്റോക്കുകളെ F&Oയിൽ ഉൾപ്പെടുത്തുകയോ അല്ല എങ്കിൽ നിഫ്റ്റി 50 ഇൻക്ലൂഷൻ്റെ ക്രിറ്റീരിയ, അതായത് F&O സ്റ്റോക്കുകൾ ആയിരിക്കണം എന്നുള്ള നിബന്ധന സെബി മാറ്റുകയോ ചെയ്തേക്കാം. എനിവേ, അതിന് സമയമെടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ യെസ് ബാങ്ക് പുറത്തേക്ക് പോകുമ്പോൾ നിഫ്റ്റി 50-ലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ശ്രീ സിമെൻറ്റോ ഡാബറോ ആണ്. ഇത് തന്നെ ഈ ജനുവരിയിലെ പെർഫോമൻസും കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് തീരുമാനിക്കുക. ഇതിൽ തന്നെ ഏറ്റവും സാധ്യതയുള്ളത് ശ്രീ സിമെൻറ്റിനാണ്.